ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ എടുക്കാം. ചിക്കൻ ചട്ടിപ്പത്തിരി സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ മൈദാമാവാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചാണ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ചെറു ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മാവ് കുഴയ്ക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ആവശ്യത്തിന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. സോ നമ്മളിതൊരു സോഫ്റ്റായിട്ടൊരു മാവാകുന്നത് വരെ കുഴച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്കിത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നും. ഇത് ചിക്കനാണ്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്. മിക്സിയിൽ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ പൾസ് ചെയ്യാം, ഒരുപാട് പൾസായി പോകരുത്. ഈ ഒരു പരുവായിരിക്കണം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണം. ഇതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. നമ്മൾ ശ്രദ്ധിക്കുക, മാവ് കുഴച്ചപ്പോൾ ഉപ്പുണ്ട്, ചിക്കനിൽ ഉപ്പുണ്ട്. അപ്പം ഇതും അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതങ്ങനെ വഴണ്ടൊന്നും കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു 2 പച്ചമുളകും കൂടി ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഗരം മസാലയും കൂടി ചേർക്കണം. ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഓർത്തത്. അങ്ങനെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ദാ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ പൊടികൾ ഇടുന്നതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണമല്ലോ, അതുവരെ. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലയും ചിക്കനൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇവിടെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. നമ്മുടെ ഫില്ലിംഗ് അപ്പോൾ ഇവിടെ റെഡി ആയല്ലോ. ഇനി ഇത് തണുക്കുന്ന ആ സമയം നമുക്ക് ഇതിൻ്റെ പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ചപ്പാത്തി പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. പക്ഷെ നന്നായിട്ട് തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കുക്കായി കിട്ടാൻ ഭയങ്കര താമസിക്കും. അതുകൊണ്ട് നമുക്കിതൊന്ന് തിന്നായിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. അങ്ങനെ നമുക്കിത് ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ ആക്കണ്ട. ഇതുപോലെ ബബിള് വരുമ്പോഴത്തേക്കും തിരിച്ചിട്ട് 2 സൈഡും അതുപോലെ ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ മാക്സിമം നിങ്ങളൊരു 5 to 6 ലെയറെങ്കിലും ഇത് വയ്ക്കാൻ ശ്രമിക്കുക. കൂടുതലായാലും പ്രശ്നമില്ല. 5 to 6 മിനിമം നിങ്ങൾ വെക്കേണ്ടതാണ്. പിന്നെ ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ പത്തിരി ഒന്ന് ഡിപ്പ് ചെയ്യാനുള്ള ഒരു എഗ്ഗും മിൽക്കിൻ്റെ ഒരു മിക്സാണിത്. ഇതിനായിട്ടൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലാണുള്ളത്. അതുപോലെ പാലും 1/2 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പിടുന്നതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു വലിയ പാത്രത്തിലോട്ട് ആക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഈ പത്തിരി ഓരോന്നായിട്ട് മുക്കാൻ എളുപ്പത്തിനുള്ള ഒരു പാത്രത്തിൽ തന്നെ ആക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് അതിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ നെയ്യൊന്ന് തേച്ചതിന് ശേഷം നമുക്ക് പത്തിരി വയ്ക്കുക, ചിക്കൻ്റെ ഫില്ലിങ് വെക്കുക, പിന്നും റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ മുക്കുക, പിന്നെ പത്തിരി വെക്കുക, ചിക്കൻ ഫില്ല് ചെയ്യുക. അങ്ങനെ നമുക്ക് എല്ലാ പത്തിരിയും ഇതുപോലെ ഒന്ന്
ഫില്ല് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരു 6 ലെയറോളം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലൊരു ദോശത്തവ എടുത്തിട്ട് നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കുന്ന പാത്രം അതിലോട്ട് വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ. ഡയറക്റ്റായിട്ട് തീയിൽ വെക്കരുത്, എന്നത് കരിഞ്ഞു പോകും. എന്നിട്ട് ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സ് ഇതിൽ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊരു 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് നെയ്യൊന്ന് തേച്ചതിന് ശേഷം ഇത് തിരിച്ചങ്ങിട്ട് കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതിയാകും. അതിൻ്റെ മേൽഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കുക, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫില്ലിംഗ് ആയിട്ടൊരു സ്നാക്കാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വളരെ ഈസിയാണ്, നിങ്ങൾക്കിത് കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.